അല്ല വലുതാ ഉള്ളിക്കുള്ളിരാ എന്താണ് അതപ്പൊ നോക്കാം. ആദ്യം ചെറുത് വെക്കണുണ്ട്. ചെറുത് വെച്ച് മാറ്റി വെച്ചിട്ടാണ്. അല്ല വലുത് വെച്ചിട്ട് ഞാൻ അപ്പോൾ ഞങ്ങളിന്ന് ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഞായറാഴ്ചത്തെ ഞങ്ങൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രണ്ടിൻ്റെ വീട്ടിലാട്ടുള്ളത്, അവൻ്റെ പഴയ തറവാട്ടിലാണുള്ളത്. അപ്പോൾ കാണാം. ചെക്കന്മാർ ചിക്കൻ കഴുകാൻ വേണ്ടിയുള്ള കച്ചറയാണ്. നീ കഴുകിക്കോ. ഗൈസ് ചെറിയ പണിയിലാണ്. അജിയോ അജിയോ ബ്രോ അപ്പം എല്ലാവരും ഇവിടെ പച്ചക്കറി കട്ടി. അവിടെ ചിക്കൻ കഴുകണ്ടേ? എന്താടാ കുക്ക് പ്രയാഗ് മെയിൻ പണ്ടാരി സജീവ് എന്റെ കീഴിലാണ് ഗൈസ് ഇവരൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കി ഈ സംഭവം കഴിക്കണ. അജു അങ്ങോട്ട് നോക്കി ചിക്കൻ കഴിക്കുന്നത് കാണിക്കി. എടാ ഈ പന്നി സാധനം അജിത് അവിടെ കാര്യമായിട്ട് നമുക്ക് മൈക്ക് നീ പറഞ്ഞോ. ചിക്കനെ കുറിച്ച് പറഞ്ഞു. ചിക്കൻ കഴുകാൻ നല്ല ചിക്കനാണ്. ആൺ ചിക്കനാന്ന് തോന്നുന്നുണ്ട്. ആൺ ചിക്കനോ? പൂങ്കോഴി. ശരി, അവിടെ കട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ജിമ്മ് അപ്പു ജിമ്മൊന്നുമല്ല, ആൾക്കാരെ കാണിക്കാനാ ഈ വീഡിയോ എടുക്കണ. ആകെ ഷെഡിയുടെ ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ലേ? ഉള്ളിലൊന്നുമില്ല. ജമീന കമ്പോലിരിക്കുന്ന അങ്ങനൊന്നും വലിക്കണ്ട. അതൊക്കെ അച്ചുട കൊടുക്ക. ആ കൈട്ടോ അതൊക്കെ ടച്ചിട്ടിന് ആവശ്യമില്ല. അതൊക്കെ കൊടുക്കാം. പ്രയാഗേ ഇപ്പൊ യൂണിവേഴ്സിറ്റി കൊറേ കുട്ടികൾ വരുന്നുണ്ടടാ. എന്നോട് ചോദിച്ചോ? അനക്ക് കിട്ടൂലേ? അനക്ക് കിട്ടൂലേ? അച്ഛനാ കിട്ടൂലേ? വേണം ജോലിയല്ല. അത് മതി. അതിന്റെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പട്ട ഗ്രാമ്പൂ, ഗരം മസാല, തൈര്, ഉള്ളി. മല്ലിച്ചപ്പോ പൊതിനല്ലോ അവ വാങ്ങിയില്ലല്ലോ. കരിയപ്പല്ലോ അജു എന്നാ പറഞ്ഞോ. ഒന്നോടെ വേണ്ടി മേടിച്ചോ? കഴുകി കഴിഞ്ഞോ? അജു സ്മാർട്ടാട്ടോ. കഴുകി കഴിയുന്നു. കഴുകിക്കൊണ്ടിരിക്കുന്നേ. അടുത്ത് ഇത്രയേ ഉള്ളൂ. ഇനിയുണ്ട് സാധനം ഇതിനുള്ളിൽ ഉണ്ടോ? നല്ല പറയടാ, ആൾക്കാർ വെക്കൂലേ. കണ്ണസ്രാങ്ക് വന്നിട്ടുണ്ട് ഗൈസ്. എന്താ കട്ടർ പ്രയാഗ് പഠിപ്പിച്ചു കൊടുത്ത ആരടാ? ഞാനല്ലേ. പ്രാഗ് കട്ട് ചെയ്യുമ്പോ ഞാൻ ഒന്നാൾ പറഞ്ഞില്ലല്ലോ, കൈ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചാൽ
അപ്പൊ പ്രയാഗാണിതാ മാസ്റ്റർ കട്ടർ പ്രയാഗ്. അത് മോളിൽ ഇട്ടോ. അടിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അവിടെ അതപ്പോ അത് കുഴപ്പമില്ല. മസാല പിടിക്കോ? മസിൽ പിടിച്ചിട്ട് തന്നെ ഇളക്കണേ. ചെക്കൻ വെള്ളം ഒഴിവാക്കാണ്ട് മസാല മിക്സ് ആക്കി പ്രയാഗ്. എന്താ പ്രയാഗ്? ഞാൻ അത് വെള്ളം ഇല്ലാതെ അല്ല വേറെ അല്ല അതേ പറഞ്ഞേ ഉള്ളത് മെല്ലെ ഒഴിവാക്കി സൈഡ് കൂടെ ചിന്തിക്കാളാ. മറ്റേ ഒഴിക്കുമ്പോ കുറച്ച് വെള്ളം കൂട്ടി കുറച്ച് വെച്ച് നിർത്താൽ മതി. ആദ്യ മക്കളെ സീനായിട്ട് അറിയുന്നുണ്ട്. അധികം അരിഞ്ഞാൽ കൂടെ വെറുതെ കത്തി കഴിക്കണുള്ളൂ. അപ്പം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തീ കത്തിക്കണം. തീ കത്തിച്ച് വെള്ളം ചൂടാക്കിയിട്ട് ആദ്യം അരി നമുക്ക് വേവിക്കണം. അതിന് വേണ്ടിയുള്ള പണിയിലാണ് ഇപ്പോൾ. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത്രയും കത്തിച്ച് വെള്ളം ചൂടായി തുടങ്ങി. ഇത് പിന്നെ എനിക്ക് മമ്മൂട്ടിയായിട്ട് ഫസ്റ്റ് ഇടാതാണ്. നിങ്ങൾ ഈ യൂട്യൂബിൽ വീഡിയോ എടുക്കേണ്ട അയ്യോ അത് പറയാൻ ഇവർക്ക് ആദ്യമായിട്ട് ഇതുവരെ ആരും ബിരിയാണി ഉണ്ടാക്കാത്തതാണ്. എന്നാലും അങ്ങനല്ല. എന്നാലും ഇത് കണ്ടോ, ഇത് സജിന്റെ കലാവിരുദ്ധാണ്. ഓന് വെണ്ണീര് കലക്കി തേച്ചു. ഇത് പോണെങ്കിൽ എന്ത് കലക്കി തേച്ചാൽ നമുക്ക് അറിയില്ല. മുന്നേ നമ്മൾ ഇതേപോലെ ഒരു ബിരിയാണി എന്തോ ഉണ്ടാക്കാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെമ്പ് ദീക്ഷിന്റെ അടുത്ത് വാങ്ങി. ആ ചെമ്പ് പിന്നെ ഞങ്ങൾ കാണാം അവിടെ ചാണം കോര എടുക്കുകയാണ്. അത്രയും ഗതികെട്ട അവസ്ഥയിലാണ് നമ്മൾ ചെമ്പ് തിരിച്ചു കൊടുത്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ വെണ്ണീരൊക്കെ ഇപ്പൊ വെള്ളം. ഇത് പിന്നെ ഏതോ ഒരു പാഴ് വസ്തു. പോട്ടെ, ഞങ്ങളുടെ നാട്ടിലെ വെള്ളടിക്കാര് കഞ്ചാവ് കാണും. ഞങ്ങളുടെ നാട്ടിലെ സ്പോട്ടഡ് കള്ളുടിയനാണ്. കഞ്ചാവിലാണ് എന്റെ ഗുരുവാണ്. എന്റെ മൂക്കിലൂടെ പുക വിടാൻ പഠിപ്പിച്ച ആശാനാണ്. പേര് മുസ്തഫ. ഇതില് വെള്ളം വെച്ചിട്ട് വെള്ളപ്പം തിളയ്ക്കണം. വെള്ളപ്പം തെളിക്കണം. കണ്ണതിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങി. ആരാണ് സച്ചിയോ? ഇതൊരു ബോഡി മസിൽ വിത്ത് പൈസ. ഇപ്പൊ നമ്മളെ നാട്ടിലെ പ്രശസ്തമായ ഒരു അതാണ് ഫിലിം ഡയറക്ടറോ? സിനിമന്റെ പേരിൽ ആദ്യം കാണിക്കും. ഇതൊക്കെ ഫിലിമിലുള്ള സംഭവമാണ്. ജീവിതാനുഭവം ഉണ്ടാക്കുന്നത് ആണോ? നമ്മള് ഭാവിയിലെ ഫിലിം ഡയറക്ടർ ആണെന്ന് പറഞ്ഞു വരുന്നത്. ഭാവിയിലെ ഫ്യൂച്ചറോ? ഭാവിയിലെ ഫ്യൂച്ചറാണല്ലോ. ഭാവി തിളക്കുന്നില്ലല്ലോ. പുക കുറവാണല്ലോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളുടെ വെള്ളം തെളിച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചു ഗായ്സ്. 2 മണിക്കൂർ കാത്തുനിന്ന് വെള്ളം തിളയ്ക്കാൻ വേണ്ടിട്ട്. എടാ പുട്ട് ഡൗൺ ആയില്ല, ഇടാനായില്ല. മാറ്റി തരടാ. ഫിസിക്കൽ ഡാമേജ് കിട്ടില്ല. ഫിസിക്കൽ കിട്ടും. എന്റെ കയ്യിൽ നിന്ന് വീണാലോ? പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് വീണാ ഒരു കൊല്ലത്തെ പിന്നെന്തിനാ വാറന്റി എടുക്കണേ? ഐ മീൻ ഡിസ്പ്ലേ ഒക്കെ പോയല്ലേ? ഡിസ്പ്ലേ പോയ കിട്ടുമല്ലോ. ഡിസ്പ്ലേ പോയ പറഞ്ഞാല് ഫിസിക്കൽ ഡാമേജ് ആയിട്ടല്ല. അതായത് എന്റെ കയ്യിൽ നിന്ന് വീണ് നമ്മുടെ പ്രയാഗ് വെള്ളം കയറി എന്തായാലും കിട്ടൂല. എപ്പോഴും വാറന്റി കയറിയിട്ടില്ല വെള്ളത്തിന്. വെള്ളത്തിന്റെ എന്തായാലും പുതിയൊരു അപ്ഡേഷൻ കൂടി വന്നു. അപ്പൊ ചെയ്യണോ വേണ്ട എന്നുള്ളത് ആ ഫോണ് വാട്ടർ പ്രൂഫ് അല്ലേ? എത്ര നേരം വെള്ളത്തിൽ വെച്ചാൽ തന്നെ 30 മീറ്റർ ആണെന്ന് തോന്നുന്നത്. പിന്നെ അതിനൊരു വാറന്റി തരാതെ പിന്നെ എന്താ? പക്ഷെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ അതാണ് എന്താ അറിയോ, എന്റെ കസിന്റെ ഫോണ് കുറച്ചൊരു ഉപ്പ് കാണും. നല്ല അടിപൊളി മോര്, ചെറുത് മോര്. കള്ളാണത് ഗൈസ്. ആ മുളക് ഇട്ടത് പ്രയാഗം കൊടുക്ക്.
അപ്പൊ ചോറായിട്ടുണ്ട്. ഇനി അടുത്ത പ്രയാഗിന്റെ ഇനി എന്താ ചിക്കൻ അല്ലേ ചിക്കൻ. നല്ല ശുദ്ധമായ മോരാണ് കഴിച്ചത്. അപ്പൊ ചെക്കൻ എന്താ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. മോര് സുടും. അവിടെ നല്ല മഴ വരുന്നുണ്ടേ. ഇതാ സുഡു എല്ലാവർക്കും കൂടെ ഒഴിച്ചു കൊടുക്കണ്ടേ. കുടിക്ക് പ്രയാഗേ, കുടിക്കടാ. ഞാൻ കൊണ്ട് ഒരു ചെറുതും കൂടെ ഞാൻ കുടിക്കാം. വയറിളകും. സ്റ്റാച്ചു വിളിച്ചാണ് അജു. അജു ഉണ്ടോ? എല്ലാവർക്കും കുത്തിക്കൂടെ? ചെക്കൻ ഇളകൂലെന്നാ പറയുന്നേ. മറ്റേ സലീം കുമാർ നിക്കണ്ട് ചെക്കൻ. അജു ചിരിക്കണ്ടേ? ഇളക്കുണ്ട്, ശരീരം ഇളക്കുണ്ട്. എന്ത് പുകയാണ്. കണ്ണ കണ്ണപ്പ വെച്ചതാ. ആ വീഡിയോ ഉണ്ട്, റീപ്ലേ നോക്കിയാ മതി. അപ്പൊ ഒരു ചെറുതോക്കണം, ഒരു സിപ്പ് നോക്കട്ടെ, ഒരു സിപ്പ് നോക്കട്ടെ. ചിക്കൻ ചിക്കൻ അച്ചൂടൻ ചിക്കൻ. ജിനോ പറഞ്ഞു കൊടുക്കടാ. ജിനോ ചോറ് വേവ് കൂടി ഗൈസ്. കുറച്ച് പൊറോട്ട മേടിച്ചത്. മസാല വെള്ളം ഉണ്ട് റെഡി. കളറ് മാറൂടെ കുറച്ച്. അതിലുണ്ട് അതിലുണ്ട്, ഒന്നും പെടണ്ട. ഞങ്ങൾക്ക് നാരങ്ങ കഴിഞ്ഞോ? നാരങ്ങ ഇവിടെ 2 നാരങ്ങ അവിടെ തന്നെ ഉണ്ട്, ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെ ഹോം ടൂർ ഉണ്ട് കേട്ടോ. സുഡോ അപ്പൂന്റെ വീടിന്റെ ഹോം ടൂർ. അപ്പൂന്റെ വീടിന്റെ ഹോം ടൂർ ആണ് ഇന്ന് ഞങ്ങൾ നടത്താൻ പോകുന്നത്. പഴയൊരു അടിപൊളി ഒരു വീടായിരുന്നു, വീടാണ്. നമ്മളെ പേടിച്ചിട്ട് റൂമൊക്കെ അടച്ചിട്ട് പോയിട്ടുണ്ട് വീട്ടുകാര്. ആദ്യം അടുക്കള ഇപ്പൊ നമ്മളിതുവരെ കാണിച്ച ഒരു പഴയ സ്റ്റൈൽ കോണിയാണ്. ഓ ഏതാ പഴയ ടൈപ്പ് കോണിയാണ്. ക്വാളിറ്റി ഇല്ല, സോറി വെളിച്ചമില്ല. അവന്റെ പഴയ സ്യൂട്ട് കേസ് ഒക്കെ ഉണ്ട് കേട്ടോ. വിത്ത് നീല ലൈറ്റ്. എടാ പന്നികളെ, ഈ ഫോട്ടോ എടുത്ത ഞാനില്ലേ നീയോ? അതിൽ ഞാനില്ലല്ലോ. ഞാൻ നായി കട്ടിന്റെ
ഇത് കൊടൈക്കനാൽ ബോയ്സ്, കൊടൈ ബോയ്സ്, മഞ്ഞുമൽ ബോയ്സ്. ഇതാ അവന്റെ അച്ഛൻ ഇവിടെ പുറത്ത്. ഫോട്ടോ, പഴയ ഫോട്ടോ. ഓ ആയിരത്തിനൊക്കെ കിട്ടണ ഇരിക്കാൻ കണ്ടല്ലോ ഇതില്. കണ്ടോ? ഇത് കൊള്ളാം. കഴിക്കാനായോ? അപ്പം എടാ ചെലപ്പോ ഏതാ ക്ലിക്കാന്നറിയില്ല. അപ്പൊ ഞങ്ങളുടെ ബിരിയാണി ചെമ്പ് പൊട്ടിക്കാൻ പോട്ടോ. രാജു ആണ്. ദമ്മ് ബിരിയാണി. നല്ല സ്മെല്ലുണ്ടല്ലേ? നല്ല രസമുണ്ട്. നല്ല സ്മെല്ലുണ്ടല്ലേ? നല്ല രസമുണ്ട്. നല്ല വേവൊന്നും കൂടിയില്ല കേട്ടോ. ആരും അറിയില്ല, പ്രശ്നമില്ല. ഇത്തിരി വേവ് കൂടിയിട്ടുണ്ട്. അപ്പൊ ചെലപ്പോ ഞങ്ങള് അല്ല അരി എന്തോ ഇടങ്ങാറുണ്ടായി. ഞാൻ പറഞ്ഞു അരി സ്പൂൺ എടുത്ത് ജീനു ചെമ്പ് പൊട്ടിച്ചപ്പോ എത്തിയിട്ടുണ്ട്. അവരെ ഇല പറിച്ചോ, കോരി കുടിക്ക. മസാല നല്ല പോകാണ്ടേ. എന്തായാലും സാരമില്ല, നമ്മുടെ ബിരിയാണി ആയിട്ടുണ്ട്. ചിക്കൻ പീസ് ഒക്കെ ഇവിടെ തുറന്നു വരുന്ന ഗനിയിലാണ്. എടാ പാട്ടോ, കോഴി കാണാനില്ലല്ലോ. ആ കോഴിയൊക്കെ അടിയിലുണ്ട്. ചെക്കന്മാര് ഇല മുറിക്കുന്നുണ്ട്. വീട്ടുകാർക്കൊന്നും വെക്കണ്ട, തീർന്നാണ്. എടാ അടിയെന്ന് വെട്ടോ കുറച്ച്. ബിരിയാണി നല്ല ടേസ്റ്റിന് തികഞ്ഞാൽ പറഞ്ഞാൽ മതി. രണ്ടില മുറിച്ചോ, ഓടിക്കോ അവര്. കൊറേ ഇപ്പോഴാണ് ചിക്കന്റെ സ്മെല്ലൊന്ന് വന്നത്. ചോറുന്നില്ലേ? ഒന്നിട്ട് വെട്ടിക്കോ, ചെറുത് വേണ്ട. എന്താ വെച്ചാലേ അത് മാത്രല്ലടാ, അരിയെ അരി എടുത്തപ്പം തന്നെ ചെക്കന്മാരുടെ ബിരിയാണി കഴിക്കാണ്. ജിനു കണ്ണൻ വരുന്നുണ്ട്. ആ കൊള്ളാം കൊള്ളാം, നല്ല രസമുണ്ട്. മേക്കറ് ഞാൻ അങ്ങോട്ട് പറയല്ല. അവിടെ രണ്ടേല അടുപ്പിച്ചിട്ടുണ്ടില്ലേ? അവരടിച്ച് സെന്ററിൽ അങ്ങോട്ടൊരാക്കി ഇരിക്കും, അങ്ങോട്ടൊരാക്കി ഇരിക്കുന്നത്. അല്ല അയാലാണ്ട് നീക്കിയാൽ മതി. ആണെന്ന് വലിച്ചോ, ആ പേപ്പർ അടിയിലെ പേപ്പറോട് വലിച്ചോ. അല്ല എന്നാ രണ്ടൊക്കെ അപ്പുറത്തിരിക്കല്ലോ. ആ കണ്ണാണ് സജ്ജം നീക്കല്ലേ? ഇത് ഇങ്ങോട്ടേക്കാണ്, ഇവിടെ ഇരിക്കാന്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ടല്ലേ, ഫുഡൊക്കെ വാരി വിഴുങ്ങുന്നുണ്ട്. അതൊക്കെ ഫുഡ് കഴിച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. ഫ്രൂട്ട് സ്നാക്സ് ഉണ്ട് ഗൈസ്. എല്ലാവർക്കും അച്ഛൻ്റെ ആകാം, ശരണന്റെ ആകാം ഫ്രൂട്ട്സ് ലാബ്. ചുട്ടടാ വത്തക്കയുണ്ട് കൈസ്, വത്തക്ക.
അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിച്ചിരിക്കുന്നു. നമ്മൾ നല്ല രുചിയേറിയ ബിരിയാണി നമ്മൾ കഴിച്ചു. ഇനിയിപ്പോ അടുത്ത ആഴ്ച നമ്മൾ കുഴിമന്തി ആയിട്ട് വീണ്ടും വരുന്നതാണ്. സുഡൊരു ബായ് കാണിക്കും. സുഡോ എല്ലാരും ബൈ കാണിക്കും. അച്ഛന് ബായ് കാണിക്കണോ? ബായ് ബായ് ഒരു ബായ് ഇവിടെ ബായ് കാണിക്കാം. ബായ് ബാക്കിയുള്ള കാണും. അപ്പൊ ഓക്കെ.